പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്നത് ഒരു കാര്യമാണ്. അത് നമ്മളിപ്പോൾ ഓരോരോ ആവശ്യങ്ങൾ, ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തലൂരിലെ കാനാട്ടച്ചൻ രോഗം വിളിച്ച് പറയും, തലയുടെ അവിടെ ആ വേദനയുണ്ട്. കുട്ടികൾക്ക് നിങ്ങളോട് എപ്പോഴും ഇതിന് മുന്നേ പറഞ്ഞാണ്, കണ്ണിൻ്റെ വേദനയുണ്ട്, കണ്ണിൽ ക്യാൻസറുണ്ട്, 3 വയസ്സുകാരന് ക്യാൻസറുണ്ട്, 2 വയസ്സുകാരന് മിണ്ടാൻ പറ്റുന്നില്ല, മറിഞ്ഞു വീഴുന്നു, അപകടം ഉണ്ടായിട്ട് നടു തളർന്നിട്ട് കിടക്കുന്നു, ICUയിൽ കിടക്കുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ഈശോയ്ക്ക് ഇത്രയും അസുഖങ്ങൾ ഈശോയ്ക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിയുമോ? ദൈവത്തിന് അത് മാറ്റാൻ കഴിയുമോ? അങ്ങനെ ഒരു സംഭവം പോസിബിൾ ആണോ? കാരണം അച്ഛൻ അവിടെ ശരീരത്തിൻ്റെ ഈ ചില അവയവങ്ങളൊക്കെ നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് അവിടെ അച്ഛൻ അല്ലെങ്കിൽ അറിയാത്ത രോഗങ്ങൾ, നമ്മൾ പേര് കേൾക്കാത്ത എന്തെങ്കിലും രോഗങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ അങ്ങനെ അച്ഛൻ പറഞ്ഞ് സൗഖ്യം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പലരും വന്ന് സാക്ഷ്യം പറയാറുമുണ്ട്. അപ്പോൾ അതൊരു കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട്, നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ആണ് എല്ലാവരും കൂടെ പുറപ്പെട്ടു പോയി. അതാണല്ലോ പുറപ്പാടിൻ്റെ പുസ്തകം. അപ്പം മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലെ എല്ലാവരെയും കൂടെ ഈശോ പറഞ്ഞു, നിങ്ങൾ കുഞ്ഞാടിനെ കൊല്ലണം, അതിനെ മാംസം ചുട്ട് തിന്നണം, അതിൻ്റെ കാലും കുളമ്പും എല്ലാം നിങ്ങളൊന്നും കളയരുത്, കയ്പ് ചീരയായിട്ട് തിന്നണം, വടി പിടിക്കണം, ബെൽറ്റ് ഇടണം, ഇതെല്ലാം. എന്നിട്ട് ഈ കൊന്ന കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങളുടെ കട്ടിളപ്പടിയിൽ തളിച്ചു വെക്കണം. എന്നിട്ട് അവിടെ നിന്ന് അത് കാണുമ്പോൾ ഞാൻ ഇന്ന് സംഹാര ദൂതനെ അയക്കും. എവിടെയൊക്കെ ഈ രക്തം കാണുന്നുണ്ടോ ആ ഭവനങ്ങൾ സംഹാരദൂതൻ കടന്നു പോകും. നിങ്ങളിൽ ഒരാളും മരിക്കില്ല. പ്രിയ മക്കളെ, പരിശുദ്ധാത്മാവ് സ്പർശനം ധാരാളമായിട്ട് ഞാൻ അറിയുന്നുണ്ട്. ആ രാത്രിയിൽ സംഹാരദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. വാള് കയ്യിലുണ്ടായിരുന്ന, ഇടിമിന്നലേറ്റ ഇതൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും ദൂതൻ കടന്നുപോയി. ആ രാജ്യത്ത് മുഴുവനും നിലവിളി ഉണ്ടായിരുന്നു. ആദ്യജാതന്മാരെല്ലാം കന്നാലി സഹിതം, ആടുകോഴി സഹിതം എല്ലാത്തിനെയും കൊന്ന് അവിടെ വലിയ നിലവിളി ഉണ്ടായി. അങ്ങനെ അപ്പം പിന്നെ രാജാവിന് പിടികിട്ടി, ഇതിവിടെ നിന്നിട്ട് ഫെറോയ്ക്ക് പിടികിട്ടി, ഇവിടെ ഇനി വരെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, നീയൊക്കെ എവിടെയാന്ന് വെച്ചാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു. നിനക്ക് പ്രാർത്ഥിക്കണേ പൊയ്ക്കോ, പക്ഷേ അവിടെ പോയിട്ട് ഇങ്ങ് തിരിച്ച് പോകുന്നുണ്ടാൽ മതി, പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടയച്ചപ്പം നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഇപ്പോൾ കുറേ രോഗങ്ങൾ പറഞ്ഞല്ലോ, അവരെല്ലാം മനുഷ്യ ശരീരത്തിലാണ് ജനിച്ചത് എന്നും കൊണ്ട് അവർക്കാർക്കും നമ്മൾക്കുള്ള രോഗങ്ങൾ ഇല്ലാതിരുന്ന അവസ്ഥ. അവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു, മുടന്തന്മാരായിട്ടുള്ള മനുഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു, കണ്ണ് കാണാൻ വയ്യാത്ത ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ പൗലോസിൻ്റെ അമ്മയ്ക്ക് പനി പിടിച്ച് കിടന്നു എന്ന് പറഞ്ഞ കണക്ക്, പിന്നെ പനി പിടിച്ച്, പത്രോസിൻ്റെ അമ്മയാണ്, പനി പിടിച്ച് കിടക്കുന്നുണ്ടായി. അങ്ങനെ വിറയിൽ പിടിച്ച് പനി പിടിച്ച് അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. വയറുവേദനയായിട്ടുള്ള ആൾക്കാർ, നടു അനങ്ങാൻ വയ്യാണ്ട് കട്ടുമ്മ കിടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. വീൽ ചെയറിൽ അല്ലെങ്കിൽ പരസഹായം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും. പ്രിയ മക്കളെ, ഈ ഓരോ ധ്യാന കേന്ദ്രത്തിലും വിളിച്ചു പറയുന്ന ഓരോ ക്യാൻസറായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നായിരിക്കാം, വടിമേ കുത്തി നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നായിരിക്കാം, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾ വചനത്തിനകത്ത് എവിടെയെങ്കിലും വായിക്കുന്നുണ്ടായിരുന്നോ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരാൾക്ക് എഴുന്നേറ്റ് ഓടിപ്പോകാൻ വയ്യാഞ്ഞതുകൊണ്ട് അവിടെ കണ്ട് ഇട്ടേച്ചർ? ഇസ്രായേലിലെ എല്ലാവരും പോയി, ഒരു മനുഷ്യൻ അവിടെ കിടപ്പുണ്ടായി. അങ്ങപ്പുറത്തെ വീട്ടിൽ 4 പേര് കിടപ്പുണ്ടായി. അവർ കണ്ണുപൊട്ടന്മാരായിരുന്നു, ജന്മനാ കണ്ണുപൊട്ടന്മാരായിരുന്നു, അവർ പാരമ്പര്യമായിട്ട് കണ്ണുപൊട്ടുള്ളവരായിരുന്നു. അതുകൊണ്ട് അവിടെ കണ്ട് പോകാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങളിവിടെ ഇസ്രായേലിൽ ഇവിടെ തന്നെ പോയി, ഞങ്ങളിനി ഇഷ്ടികയൊക്കെ ഉണ്ടാക്കി ചാണകമൊക്കെ കുഴച്ച് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം, അവരൊക്കെ പോയി, ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും ഇല്ലായിരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിലവിളിക്കുന്നതായിട്ട് വചനം എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ? ഇല്ല. അന്ന് ഒരു മാസ് ഹീലിംഗ് ആണ് നടന്നത്. ഒരൊറ്റയടിക്ക് സകല എണ്ണത്തിന് കട്ടുമ്മ കടന്നതിനും പൊക്കിയെടുത്തു. പിന്നെ ഗർഭിണിയായിട്ട് ഇപ്പം പോയ വഴിക്ക് അങ്ങോട്ട് ചെന്ന് കിലോമീറ്റർ കഴിയുന്നതിന് മുന്നേ പ്രസവിച്ച പെണ്ണുങ്ങൾ കാണും. എങ്ങനെ പോയി എന്നറിയത്തില്ല. ഒരൊറ്റയെണ്ണം അവിടെ ശേഷിച്ചില്ല. സൂക്കടിൻ്റെ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടോ നമുക്ക്? ഒരാൾ അവിടെ ശേഷിച്ചില്ല. മിസ്രൈമിൽ അവിടെ ഫെറോൻ്റെ അടിമത്തത്തിൽ ജീവിക്കാൻ ഒരാളെ പോലും ദൈവം ഇടയല്ലാതെ
നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റത്തില്ല, ഈ അവർ ഇസ്രായേലരെ ആയതുകൊണ്ട് അവർക്ക് ആർക്കും സുഖക്കേടുകളൊന്നും ഉണ്ടായില്ല. അവരാണ് ഈ ലോകത്തിലെ വലിയ വലിയ പെൻസിലിനും മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ അവർക്ക് സുഖക്കേടില്ലാഞ്ഞിട്ടായിരുന്നോ? സുഖക്കേട് ഉണ്ടായതുകൊണ്ടാണ് അവർ മരുന്ന് കണ്ടുപിടിക്കേണ്ടതിനും മറ്റെല്ലാ വിധത്തിലുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള, മനുഷ്യരുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, നല്ലതായിട്ട് ജീവിക്കാനായിട്ടുള്ള അങ്ങനെയുള്ള തലമണ്ട അവർക്കുള്ളതുപോലെ ലോകത്തിൽ ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ലോകത്തിലെ ഏതൊരു ടെക്നോളജി ആണെങ്കിലും പിന്നെ നാസയിലേതാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും അവരാണ് മുൻപന്തി നിൽക്കുന്നത്. അവർ ചെയ്യാത്ത ഒരു കാര്യം നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ പെടുന്ന കാര്യങ്ങൾ പോലും അവരുണ്ടാക്കാത്ത അപ്പോൾ നമുക്ക് അനുമാനിക്കാം, മനുഷ്യ ശരീരമാണെങ്കിൽ അസുഖം തീർച്ചയായിട്ടും ഉണ്ട്. മനുഷ്യന്റെ ശരീരം അല്ലെങ്കിൽ പിന്നെ അസുഖമൊന്നുമില്ല. റോബോട്ടായിരിക്കണം പിന്നെ അസുഖമൊന്നും ഉണ്ടാകാതിരിക്കാൻ. മനുഷ്യനാണോ, അവയവങ്ങളുണ്ടോ, കണ്ണുണ്ടോ, കാലുണ്ടോ? നമ്മൾ വെറും ജഡമാംസ രക്തം ഉള്ളതാണ്. അങ്ങനെ എന്ത് അസുഖം വേണേലും എപ്പോൾ വേണേലും വരാം. ഇപ്പം മറിഞ്ഞു വീണ് കാലൊടിഞ്ഞ് അവിടെ ആരാണ്ട് കിടക്കുന്നുണ്ടായിരുന്നില്ലേ എന്ന് നിങ്ങൾക്ക് സംശയിച്ചുകൂടെ? അങ്ങനെ ഉണ്ടായിരുന്നായിരിക്കാം. കാല് വെച്ച് കെട്ടി അല്ലെങ്കിൽ മന്ത് പിടിച്ച് എന്തൊക്കെ വേണം. ഈ ലോകത്തുള്ള സകല രോഗങ്ങളിൽ ഇസ്രായേലിൽ ഒരാൾക്കെങ്കിലും അതുണ്ടാകാം. എല്ലാവർക്കും ഒരേ രോഗം ഉണ്ടായെന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരാൾ പോലും ആ രാത്രിയിൽ, പ്രിയ മക്കളെ, അവിടെ നിന്ന് പുറപ്പെട്ട് പോയപ്പോഴത്തേക്ക് ഒരാൾ അവിടെ അവശേഷിച്ചില്ലല്ലോ. ഇസ്രായേലിലെ ഒരാൾ അവശേഷിച്ചില്ല. അന്ന് എന്താ അനുമാനിക്കാനുള്ളത്? എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ ഒരു മാസ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരസുഖവും അന്ന് മാറാത്ത ഒരസുഖം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഹീലിംഗ് എല്ലാം ഈ അച്ഛന്മാർ നടത്തുന്നതും, ഈ അവിടെ ധ്യാനേന്ദ്രം നടത്തുന്നതും, ഈ പെന്തക്കോസ്തുകാർ നടത്തുന്ന, ഈ മുസ്ലിം ആൾക്കാർ നടത്തുന്ന എല്ലാം അവിടെ നിന്നുള്ള തുടക്കം. ആദ്യത്തെ ഹീലിംഗ് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് നടന്നത് അവിടെയാണ്. ഇസ്രായേൽ ജനം മിസ്രൈം വിട്ട് ഓടിപ്പോകുന്ന സമയത്താണ്. അവിടെ ആരും ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല കേട്ടോ. ആരും പ്രാർത്ഥിച്ചില്ല. ആരും തല കൈവച്ച് പ്രാർത്ഥിച്ചില്ല. റൈറ്റ് നൗ, ഇപ്പൊ തന്നെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇപ്പൊ പറയുന്നു, ദൈവത്തിൻ്റെ നാമത്തിൽ പറയുന്നു എന്നൊന്നും പറഞ്ഞില്ല. ദൈവം ഇവിടുന്ന് പുറപ്പെട്ടു പോകാനായിട്ട് അവരോട് കൽപ്പിച്ചപ്പോൾ അവർക്ക് മുടന്നിക്കാരി ഇരുന്നുകൊണ്ടിട്ടുണ്ടെങ്കിൽ മിസ്രൈമര് പുറകെ വെച്ച് കൊടുക്കും, പിറവും കൂട്ടരെന്ന് അറിയാവുന്നതുകൊണ്ട് ആ കാര്യം നേരത്തെ തന്നെ തമ്പുരാൻ അങ്ങ് ഹീലാക്കി. അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾ കാണുന്ന എല്ലാ കേൾക്കുന്ന ഓരോ ധ്യാനകേന്ദ്രത്തിലും ഞാൻ കാനാട്ടം തന്നെയാണ് പറയുന്നത്. കാരണം ഞാൻ അവിടെ നിന്നുള്ള പിന്നെ ഇതാണ് എല്ലാ അഡറേഷനാണ് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒത്തിരി അരളിക്കയിൽ നിന്നുള്ള ആദ്യത്തെ എൻ്റെ തലൂർ ധ്യാനകേന്ദ്രത്തിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒത്തിരി രക്തം കാണുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ അച്ഛനവിടെ വിളിച്ചു പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, ഓരോ രോഗങ്ങൾ കേൾക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു രോഗം ഉണ്ടോന്ന്. അപ്പം ഞാൻ എനിക്ക് വേണ്ടി പറയുന്നത്, തലയ്ക്കകത്ത് ട്യൂമറുള്ള ഒരു 6 വയസ്സുകാരനെ കർത്താവ് അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ പറയും, എൻ്റെ കമ്പ്യൂട്ടറിലാണ് ഇത് കാണുന്നത്. ഞാൻ പറയും, യേശുവേ എനിക്ക് തലയ്ക്കകത്ത് ട്യൂമറില്ല, നന്ദി യേശുവേ. അതാ ഇപ്പം മരത്തുനിന്ന് ഇന്നാളൊരെണ്ണത്തിൻ്റെ കണ്ടായിരുന്നു. ഏതോ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ കെട്ടിടം പണി മാതിരിയുള്ളത്, മേസൺ പണി ചെയ്തതാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഹല്ലേലൂയ താഴേക്ക് മറിഞ്ഞു വീണു. നട്ട് ചെന്ന് നേരെ അവിടെ നിന്ന് ആ കമ്പിയിലോ ഏതാണ്ടിലോ കോൺക്രീറ്റിനകത്ത് ചെങ്ങാണ്ട് അടിച്ച് അയാളുടെ നടു പൊട്ടിപ്പോയി. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ എൻ്റെ നടു അങ്ങ് നിർമ്മിച്ച കണക്ക് എന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ. അപ്പം അച്ഛൻ പറഞ്ഞു, പിന്നെ എന്താണ്, ICUയിൽ മിണ്ടാനും വയ്യാണ്ട് അവിടെ ഇന്ന ഒരാൾ കിടക്കുന്നു, യങ്ങായിട്ടുള്ള ഒരാൾ. പിന്നെ അച്ഛൻ പറഞ്ഞത് സോഫിയും കൂടെ കേട്ട് കാണും, പാമ്പ് കടിച്ചു എന്നും പറഞ്ഞല്ലേ, കേട്ടില്ലായിരുന്നോ? പാമ്പ് കടി കേട്ടായിരുന്നില്ലേ? ആ അപ്പോൾ പറഞ്ഞായിരുന്നൊക്കെ നമ്മളെല്ലാം ഇത് കാണുന്നോണ്ടാണല്ലോ. അപ്പം പറഞ്ഞു പാമ്പ് കടി ഏറ്റ പിന്നെ ടവൽ വേണോ അച്ഛൻ? വേണ്ട. പാമ്പ് കടിയേറ്റ ഒരാൾ സീരിയസ് ആയിട്ട് കിടക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂസ് വന്നായിരുന്നു, ഇച്ചിരി ഭേദമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറയുന്നു, ഈശോയെ എന്നെ പാമ്പ് കടിച്ചിട്ടില്ല കേട്ടോ, അതിന് നന്ദി പറയുന്നു. പക്ഷേ ഇനി എന്നെ കടുപ്പിക്കരുത്, ഒരു പാമ്പിനെയും വായ തുറന്ന് എന്നെ കടിക്കാനിടയാക്കരുതെന്ന് പറഞ്ഞു. കാല് മുടന്തി നടക്കുന്നവരാണ്, ജന്മനാ കുരുടന്മാരായിട്ടുള്ള മക്കളെ നിങ്ങൾ ആലോചിച്ചോ. ഈ ഒന്നൊന്നായിട്ട് നിങ്ങൾ ഹീലിങ് ഇതിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ സാക്ഷികൾ പിന്നീട് വരുന്നു, സാക്ഷ്യം പറയുന്നുണ്ട് ആൾക്കാർ, ചിലർ എഴുതിയിടുന്നത് അച്ഛൻ അവിടെ വായിക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോ. ഇതെല്ലാം നമ്മുടെ നാട്ടിലാണെങ്കിൽ 10-200 ധ്യാനകേന്ദ്രം ഉണ്ട്. ആ ധ്യാനകേന്ദ്രത്തിനകത്ത് എല്ലാം ഇതേ കാര്യങ്ങളാണ്. നിങ്ങൾ കടലുണ്ടിയിലെ എൽറൂഹ കാണുന്നവരുണ്ട്, താബോർ കാണുന്നുണ്ട്, തൊടുപുഴ ഇങ്ങനെ എന്ന് വേണ്ട. പിന്നെ ഡൊമിനിക് അച്ഛൻ്റെ അവിടെ കാണുന്നു, പൂർണ്ണത്തിൽ അച്ഛൻ്റെ കാണുന്നു.
അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം കാണുന്ന എല്ലാവരും ഇതേ രോഗത്തിന്റെ ഹീലിംഗ് ആണ് പറയുന്നത്. അപ്പോൾ ഇവരെ ഓരോന്നാണ് വിളിച്ചു പറയുന്നത്. പക്ഷെ നിന്റെ തല തൊട്ട് കാൽപാദത്തിന്റെ അവിടം വരെ, നഖത്തിന്റെ അവിടം വരെ, ഇന്റേണൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർഗൻ അല്ല, എല്ലാ ഓർഗനുകൾക്കും സൗഖ്യം കൊടുക്കാൻ ഒരു നിമിഷം മതി. മൾട്ടിപ്പിൾ സ്കലറോസിസ് ഉണ്ട്, അതിനും ഒരു ദിവസം മതി. വലിയ ലുക്കേമിയ പിടിച്ചിട്ടിരിക്കുന്നുണ്ട്, അതിനും ഒരു നിമിഷം മതി. കർത്താവ് വചനമയച്ച് നമ്മളെ സൗഖ്യപ്പെടുത്തും. വചനം അയക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാർ എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ ആ ഒരു ആരായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ദീപ്തി അല്ലേ, ദീപ്തി ആദ്യമായിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചേർന്ന്. അവള് 9 മിനിറ്റ് മുന്നേ ഞാൻ ചേർത്തു. 10-ാം മിനിറ്റിൽ അവള് സാക്ഷ്യം പറഞ്ഞു. മുട്ടിന് വേദന ഉണ്ടെന്ന് പറഞ്ഞു, ചോദിച്ചിട്ടല്ല. അത് കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, സൗഖ്യം ഏറ്റെടുത്തു. സാക്ഷ്യം അവള് ഗ്രൂപ്പിലിട്ടു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു പറഞ്ഞിട്ട്. പക്ഷെ അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ദൈവം നമുക്ക് ഒരു ക്യാൻസർ ഒരു ഭാഗത്തുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു നടുവേദനയുണ്ട്, പിന്നെ കൈക്ക് വേദനയുണ്ട്, അല്ലെ കാലിന് വേദനയുണ്ട്, ഒരു ട്യൂമർ അല്ലെ ഒരു ഫൈബ്രോയിഡ് അങ്ങനെ എന്തെങ്കിലും യൂട്രസിലുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളവര്, യൂട്യൂബ് മുഖാന്തരം ഇത് കാണുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ കാലിനുള്ള നീർക്കെട്ട് കാലിൻ്റെ കണങ്കാലിനുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ബാക്കിയുള്ള ഭാഗങ്ങളെ ദൈവം സൗഖ്യപ്പെടുത്താതിരിക്കുമോ എന്നുള്ളതാണ്. ദൈവം നമ്മളെ 1-ാം കൽപ്പനയ്ക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിന് ഊഴിയം ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഊഴിയം ചെയ്യണമെങ്കിൽ നമ്മൾ മര്യാദയ്ക്ക് ഇരിക്കണം. നമ്മുടെ എല്ലാ അവയവങ്ങളും ദൈവം ഏത് ഉദ്ദേശത്തോടു കൂടെ ഓരോ അവയവവും സൃഷ്ടിച്ചോ ആ ഉദ്ദേശം അത് നിർവൃത്തീകരിക്കണം. ഓക്കെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പം എനിക്ക് പകുതി പൊട്ടാന്ന് വിചാരിച്ചു, നിങ്ങളെല്ലാം കൗൺസിലിങ്ങിന് വന്നു. കൗൺസിലിങ്ങിന് വന്ന ഞാൻ എന്ത് കേൾക്കാനാണ്? പകുതി പറയുന്നത് കേൾക്കത്തില്ലല്ലോ. അപ്പം അങ്ങനെയല്ല, ദൈവം പറയുന്നത് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ദൈവത്തിന് മുഴുവനും ഓർഗൻസിനെ മുഴുവനും രോഗത്തെ എല്ലാ രോഗങ്ങളെയും എടുത്തു മാറ്റി സൗഖ്യമാക്കാൻ പറ്റും. ചില ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചത് ഈ ഒരു കാര്യത്തിനാണ്, പക്ഷെ ദൈവം എന്നെ ഹീല് ചെയ്തത് ഇന്ന കാര്യങ്ങളും കൂടെ എനിക്കൊരു ഹീല്. പണ്ട് ഞാൻ എന്തിനു മുൻപ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഒരിക്കൽ ഇന്ത്യയിലോട്ട് പോകാനായിട്ട് ഇരിക്കുക, ഇപ്പം 3-4 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ഒരാൾ ഫ്ലോറിഡയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ നാട്ടിലേക്ക് പോകാമെന്നറിയാൻ, തിരക്കാണെന്നറിയാം, പക്ഷെ എന്നാലും എനിക്കൊരു ഇച്ചിരി സമയം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പള്ളിയിൽ പോയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് പെട്ടിയും പ്രമാണം എല്ലാം ഈ ഹോളിലെല്ലാം ഇരിക്കുക, ഓരോ സ്യൂട്ട് കേസും എല്ലാം. അപ്പോൾ അതിനകത്തെല്ലാം ഇനി അടുക്കി പൊറുക്കി വെക്കണം. അപ്പോൾ ഈ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, പിന്നെ അതേ എന്താണെന്നറിയാവോ, എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ ബിസിനസ്സാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഈ രാത്രിക്കെല്ലാം ക്ലബിലൊക്കെ പോയി മറ്റ് മദാമ്മമാരും ഒക്കെ ആയിട്ട് അവിടുത്തെ രീതിയിലുള്ള ജീവിതമാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാനിതിങ്ങനെ കേട്ടോണ്ട്, അന്ന് നമുക്ക് ലാൻഡ് ലൈൻ മാത്രമേ ഉള്ളൂ, ഈ സെൽഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലേക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു സന്ദേശം കിട്ടി. ഞാൻ പറഞ്ഞു, ഇടത്ത് കയ്യിൽ എല്ല് പൊട്ടിയിട്ടിരിക്കുന്ന ആരാന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അത് എൻ്റെ കൈയാണ് പൊട്ടിയിരിക്കുന്നത്. അതെന്ത് പറ്റിയതാ? അത് ഞാൻ ഒരു ലാബ് ടെക്നീഷ്യനാണ്, ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആസ്പത്രിയിൽ തന്നെ മറിഞ്ഞു വീണു, കൈയിൻ്റെ എല്ല് പൊട്ടി. എന്നിട്ട് കുറച്ച് നാൾ എനിക്കിപ്പം പറഞ്ഞ വാക്ക് ഇതാണ്, ഇതിനു മുന്നേ നമ്മളെ സൂം മീറ്റിങ്ങിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് 12 വയസ്സുള്ള മകനെ കൊണ്ടാണ് ഞാൻ റേസർ ഇടിക്കുന്നത് തന്നെ, കൊളുത്തിടിക്കുന്നത്, കാരണം എനിക്ക് കൈ അങ്ങോട്ട് വഴങ്ങത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഫോണ് വലത്ത് കൈയിലേക്ക് മാറ്റിയിട്ട് ഇടത്ത് കൈ ഉയർത്തി എല്ലാം തിരുക്കി പുറകിലോട്ട് ബാക്കിലോട്ട് കൊണ്ടുപോകാൻ നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നോക്കിയിട്ട് അവരെന്നോട് പിന്നീട് പറഞ്ഞൊരു കാര്യം, എന്നെ ഈ ജോസ്ഫിനോട് ഒരിക്കൽ ആരും അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്നെ ആദ്യമായിട്ട് അത്ഭുതപ്പെടുത്തി. അവർ പറഞ്ഞു, ഇനി മറ്റേ കാര്യത്തിന് സിസ്റ്റർ പ്രാർത്ഥിക്കണ്ട, അത് ഞാൻ പ്രാർത്ഥിച്ച് തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചോളാം, മിടുക്കത്തി. കാരണം ചോദിക്കാത്ത ഒരു കാര്യം അതുണ്ടെന്ന് പറയുക മാത്രമല്ല, അത് സൗഖ്യം കൂടെ കൊടുക്കുകയാണ് ഈശോ.
അവളെയൊക്കെ എല്ലാം അല്ലായിരുന്നു പ്രശ്നം. പൊട്ടിയിരിക്കുന്ന എല്ലാം അല്ല, ചെക്കനെ കൊണ്ട് ബ്രൈസർ കുത്തിച്ചാലും വേണ്ടില്ല പുറകില്. അത് എങ്ങനെയല്ലേ അവള് നടന്നോളും. എല്ലാം അല്ല അവൾക്ക് പ്രശ്നം. ഈ വഴിതെറ്റി പോകുന്ന ഭർത്താവിന്റെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. ഹാലലുയ, ഹാലലുയ. എന്നോട് പറഞ്ഞു എൻ്റെ അഡ്രസ്സ് തരാൻ പറഞ്ഞു. ഞാൻ അഡ്രസ്സ് കൊടുത്തു. ഞാൻ പിന്നെ നാട്ടിലേക്ക് പോയി, ഞാൻ ഇന്ത്യയിലോട്ട് പോയി. ഹാലലുയ, ഹല്യ 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 ഹല്യ. ഇന്ത്യയിൽ പോയി പ്രിയമക്കളെ ഒരു 10 ദിവസം കൂട്ടിക്കോ. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ജോ നിനക്കൊരു $400 ഒരു ചെക്ക് കൂടെ വന്നിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ നാട്ടിൽ പോയിരിക്കല്ലേ, ഞാൻ അവിടെ എന്ത് ചെയ്യാനാണ് എൻ്റെ പേരിൽ. ഞാൻ നിങ്ങൾ അത് കൊണ്ടൊന്ന് ബാങ്കിൽ കൊണ്ട് കൊടുക്ക്. അപ്പം എൻ്റെ ചെക്ക് വന്നതുകൊണ്ട് അത് പിന്നെ പുള്ളിക്ക് ബാങ്കിൽ എല്ലാവരെയും പരിചയമുണ്ട്. എങ്ങനെയാണ് കൊണ്ടുവന്ന് എൻ്റെ അക്കൗണ്ട്, അന്ന് എനിക്ക് അക്കൗണ്ട് ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. ഏതായാലും അതിനകത്ത് കൊണ്ടുവന്നിട്ടു. പ്രൈസലോ. ഞാൻ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഫ്ലോറിഡയിൽ ചെന്നു. പക്ഷെ അവരെന്നെ പേഴ്സണലായിട്ട് അവരുടെ അവിടെ മീറ്റിംഗ് വെച്ചിരുന്നു. കാണാനൊന്നും വന്നിട്ടുണ്ടായില്ല. അപ്പം ഞാൻ പറയുന്നത്, ഒരു പ്രശ്നത്തിന് വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് മുട്ടുമ്മ നിന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ദൈവം നമ്മളിൽ സംപ്രീതരാകുമ്പോൾ, നമ്മൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് കഴിയുമ്പോൾ, നിന്റെ ഒരു പ്രശ്നമല്ല, സകല പ്രശ്നം എടുത്ത് മാറ്റും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അല്ലാണ്ട് ഒരു പ്രശ്നം മാറ്റാനല്ല തമ്പരാണ്ടിരിക്കുന്നത്. അപ്പം നിനക്ക് ഒരു 4 സൂക്കേടുണ്ടെന്ന് വെച്ചാൽ, നടുവിന് വേദനയുണ്ട്, വയറ്റിന് വേദനയുണ്ട്, കയ്യിന് ഉളുക്കുണ്ട്, അല്ലെ എന്തെങ്കിലും പറഞ്ഞു എന്നാൽ കർത്താവ് വിചാരിക്കുക, എന്നാൽ നീ ഓരോന്നോരോന്നായിട്ട് ലിസ്റ്റ് എഴുതി ഇങ്ങോട്ട് തരുമ്പം പ്രയോറിറ്റി അനുസരിച്ച് 1, 2, 3. അങ്ങനല്ല. ഞാൻ അറിയുന്ന ക്രിസ്തു ആണെങ്കിൽ അങ്ങനല്ല. നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ദൈവം തൽപരനാണെന്നാണ് പറയുന്നത്. അത് ഒരു കാര്യത്തിലല്ല, നിന്റെ വയറിൻ്റെ കാര്യത്തിലല്ല, നിന്റെ യൂട്രസിലെ മുഴേൻ്റെ കാര്യത്തിലല്ല, നിന്റെ ക്യാൻസറിൻ്റെ കാര്യത്തിലല്ല, നിന്റെ ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നത്തിൻ്റെ കാര്യത്തിലല്ല, ഇപ്പോൾ സോഫി അനുഭവിച്ചിരിക്കുന്ന പ്രശ്നത്തിൻ്റെ കാര്യത്തിലല്ല, അല്ല ഞാൻ ഈ ജോസ്ഫിനെ അനുഭവിക്കുന്ന ഈ അന്ധകാര ശക്തിയുടെ പിന്നെ പ്രശ്നത്തിൻ്റെ, എന്നെ അലട്ടുന്നതിൻ്റെ പ്രശ്നത്തിൻ്റെ കാര്യമല്ല, എൻ്റെ മകളുടെ മാനസാന്തരത്തിൻ്റെ ഹസ്ബൻഡ്, ഇതല്ല. കർത്താവ് നമ്മളെ മൊത്തമായിട്ട് സ്നേഹിക്കുന്നു. ഭാഗമായിട്ടല്ല കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മളെ മുഴുവൻ ഞാനാകുന്ന ആ വ്യക്തിനെ, ബീയിങ്, അതായത് ജോസഫീൻ എന്ന ബീയിങ്ങിനെയാണ് കർത്താവ് സ്നേഹിക്കുന്നത്. എന്തിയാ കാരണം എന്നറിയാമോ? ഈ ജോസഫീനൊക്കെ ഒരു വിലയുണ്ട്. നിനക്ക് ഓരോരുത്തർക്കും ഓരോ വിലയുണ്ട്. ആ വില കർത്താവായ യേശുവിൻ്റെ ഒരു തുള്ളി രക്തത്തിന് നീ എന്ത് വില കൽപ്പിക്കും? ആ വിലയാണ് നിൻ്റേത്. മറുവിലയായിട്ട് രക്തം കൊടുത്ത് വാങ്ങിയതാണ് നിന്നെ. അപ്പോൾ കർത്താവിന് ചുമ്മാ അങ്ങനെ പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കാനായിട്ടില്ല. അങ്ങനെ കർത്താവ് വിചാരിക്കത്തില്ല. ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നാണ്, ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക്, നമ്മളിവിടെ പ്രാർത്ഥിക്കുകയാണ്, എവിടെയോ കിടക്കുന്ന ആത്മാക്കൾ, നമ്മളറിയാത്ത ശുദ്ധീനത്വത്തിലുള്ള ആത്മാക്കൾ ഡെയിലി ദൈവം അവിടുന്ന് കൊണ്ടുപോവുകയാണ്. എന്തുകൊണ്ടാണ്? ആരെങ്കിലും ഇവർക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥം നിന്നിരുന്നെങ്കിലെന്ന് കർത്താവ് അങ്ങ് ആഗ്രഹിക്കുകയാണ്. നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞരങ്ങി മൂളി പ്രാർത്ഥിച്ച് മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തുവാണ് നമുക്കുള്ള. ആമാര് തന്നെ ജീവനോടെ ഇരിക്കുമ്പോഴേ പ്രിയമക്കളെ ഒരാത്മാനെ നമുക്ക് നേടാൻ പറ്റുള്ളൂ. ചത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാളെ നമ്മളവിടെ നിസ്സഹായരായിട്ട് പോവുകയാണ്. നമ്മുടെ ശ്വാസം അവസാനമായിട്ട് എപ്പോഴും നമ്മളിൽ നിന്ന് മാറിപ്പോകുന്ന ആ സമയത്ത് യു ആർ ജസ്റ്റ് മഡ്. പൊടിയിൽ നിന്ന് വന്ന് പൊടിയിലേക്ക് തിരിച്ചു പോയി. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവായ യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട്, നിനക്ക് മധ്യസ്ഥം നിന്ന്, പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട്, കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സ്പോണ്ടേനിയസ് പ്രെയർ ചെയ്തുകൊണ്ട് ആത്മാക്കളെ നേടാനായിട്ട് ശ്രമിക്കണം. കാരണം സർവത്ര അകം പുറം ഹീൽ ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒരാത്മാവിനെ സ്റ്റെഫോസിനുടെ ഡയറിയിലുള്ള പ്രാർത്ഥന ഹിയറിങ്ങിനുള്ളത് പറഞ്ഞിരിക്കുന്നത്, ദൈവം നമ്മളെ ഇല്ലായ്മയിൽ നിന്ന് നിർമ്മിച്ചെങ്കിൽ ആ ദൈവത്തിന് നമ്മുടെ ഓരോ സെല്ലുകളെയും പുതുക്കി പണിയാൻ പറ്റും. ഒരു പുതിയ സൃഷ്ടിയായിട്ട് പുനർജീവിപ്പിക്കാൻ പറ്റും. അതാണ് വാക്ക്. ഓക്കെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം നമുക്ക് ഒരു മൊത്തമായിട്ട് നമ്മുടെ അന്തരംഗത്തെ, ആത്മാവിനെ, ശരീരത്തെ, ദ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റിനെ രക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇത് കഴിയുമ്പോൾ ഞാൻ ഇന്ന് ബെലീസാണുള്ളത്, ഞാൻ തന്നെ പ്രാർത്ഥിച്ചോളാം. നമുക്ക് 7 സർവ്വസ്നായ പറയേണ്ടതുണ്ട്. ജിപ്സി പറഞ്ഞോളൂ. ആദ്യം ജിപ്സിയാണ് കിടക്കുന്നത്, പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്യൂ ജിപ്സി. അപ്പോൾ
നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ആത്മാക്കളെ, ഒന്നല്ല ഒരുപാട് ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടാന്നുള്ള ഒരു ദൗത്യത്തോടെയാണ് ഈശോ നമ്മളെ അയക്കുന്നത്. നമ്മളുടെ പേഴ്സണൽ നിയോഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ദൗത്യം ഒരിക്കലും മറന്നു പോകാതെ തീക്ഷ്ണമായിട്ട് മാനസാന്തരപ്പെടാത്ത ആത്മാക്കളെ, ലോകത്തുള്ള ആത്മാക്കളെയും അതുപോലെ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി ഈശോയുടെ അടുത്തേക്ക് പോകാനായിട്ട് ശുദ്ധീകരണ കാത്തിരിക്കുന്ന ആത്മാക്കളെ, അവരെ ഓർത്ത് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഹനങ്ങൾ അവർക്ക് ഭയങ്കര ഒരു പവർഫുൾ ജിപ്സി എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര പവർഫുൾ അനോയിന്റിങ് ആണ്. എനിക്ക് എന്റെ തല ഇങ്ങനെ സ്കാൽപ്പ് ആരോ പുള്ളി ചെയ്യുന്നൊക്കെ എനിക്ക് തോന്നുന്നത്. പറഞ്ഞു. അതെ, നമ്മൾ അങ്ങനെ നമ്മുടെ സഹനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം എല്ലാ പ്രാർത്ഥനകളിലും അവരെയും കൂടെ ഓർക്കണം. കാരണം അവരതിന് അവകാശികളാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. തീർച്ചയായിട്ടും. അതെ, നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മുടെ മാത്രം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ബോധ്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് അടുത്തത് ഫാദർ നിഷാനാണ്. ഞാനൊന്നും ചോദിക്കുന്നില്ല. അച്ഛന് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ടോക്കിനെ കുറിച്ചാണ് പറയേണ്ടത്. കേട്ടത് എന്ത് ഇമ്പാക്റ്റ് ആണ് അച്ഛൻ ഉണ്ടാക്കിയെന്നുള്ളതാണ്. താല്പര്യപ്പെടുന്നുണ്ടെ പറഞ്ഞാൽ മതി. ഒത്തിരിയേറെ സന്തോഷം ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. നിങ്ങൾ ഓരോരുത്തർ ഒത്തിരിയേറെ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എനിക്കറിയാം. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ കാര്യമായിരുന്നാലും അതുപോലെ ഒത്തിരി പേര് ഇതൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ചും നമ്മുടെ സഫീന പ്രത്യേകമായിട്ട് നന്നായിട്ട് വിഷയത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പറഞ്ഞൊക്കെ ഞങ്ങൾ നേരത്തെ കൂട്ടി അങ്ങനെ കണ്ടുമുട്ടുകയും എടുക്കുകയൊന്നും ചെയ്തില്ല. എനിക്ക് ആ ഒരു വിളി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി തമ്പുരാൻ ഒരിക്കലും കൊടുത്ത ദൈവത്തിന്റെ പദ്ധതിയും അവിടെ കൊണ്ടുവന്നത് കൊണ്ടിട്ടുമാണ് ഞാനിവിടെ ഇരിക്കുന്നു എന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. എന്റെ നാട്ടിലായിരുന്നപ്പോഴത്തേക്കും അവിടെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അവിടുത്തെ ധ്യാന കേന്ദ്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സുമായിട്ട് ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അപ്പോ ഞങ്ങള് ഈ കോവിഡിന്റെ ടൈമില് എനിക്കും ഇതുപോലെ പിന്നെ പോകാൻ പറ്റാവുന്ന അവസരത്തിൽ റോഡിലുള്ള ഒരു അച്ഛനും അതുപോലെ ജീസസ് യൂത്ത് ഒരു മെമ്പറും കൂടെ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ആരംഭിച്ചായിരുന്നു. ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസരത്തിൽ അച്ഛൻ നമുക്കൊരു കരുണക്കൊന്തയും അതുപോലെ ഒരു ടോക്കും കൊടുത്തുകൊണ്ടൊക്കെ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയി. അപ്പോ ഇപ്പോഴും ആ ഒരു ഗ്രൂപ്പ് നിലനിർത്തുന്നുണ്ട്. എല്ലാ ദിവസവും അവർ രാവിലെ 8 മണിക്കാണ് കരുണക്കൊന്ത കൊടുക്കുന്നത്. എല്ലാ ദിവസവും. അപ്പൊ അവർ തന്നെ ഇവര് പറയും കോവിഡൊക്കെ കഴിഞ്ഞപ്പോ ഒരു കാരണവശാലും ഈ ഗ്രൂപ്പ് ഇത് ചെയ്യാൻ പാടില്ല. കാരണം ഞങ്ങൾക്ക് ഈ കരുണക്കൊന്ത കൊണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ടിട്ട് ഒരു കാരണവശാലും ഈ ഗ്രൂപ്പ് നമുക്ക് ഇത് ചെയ്യണ്ട, ഡിസ്കണ്ടിന്യൂ ചെയ്യണ്ട. ഞങ്ങൾ അച്ഛൻ കയറാൻ പറ്റുന്ന സമയങ്ങളിൽ അച്ഛൻ വന്നാൽ മതി. ഞങ്ങൾ പക്ഷെ വ്യക്തമായിട്ട് വരും. ഇന്നും എനിക്ക് സന്തോഷമുള്ളത് നമുക്ക് രാവിലെ ഇവിടത്തെ സമയത്ത് 3 മണിയൊക്കെ ആയിരിക്കും. നാട്ടില് ആ സമയത്ത് അവിടെ 8 മണിയൊക്കെ ആവുന്ന സമയത്ത് ആ സമയത്ത് അവിടെ കരുണക്കൊന്ത എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്. അപ്പൊ ഈ കരുണക്കൊന്തയുമായിട്ട് ഒരു കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ മുസ്ലിം അതുപോലെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും കരുണക്കൊന്തയുടെ വേണം. പ്രത്യേകിച്ച് കരുണയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പൊ എനിക്കത് ആ കർത്താവ് ആ കരുണയിലുള്ള നിൽക്കുന്ന എല്ലാവരും കൊണ്ട് ഒരുമിപ്പിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. സ്തുതി ആരാധന മ്യൂട്ട് ചെയ്തോളൂ അച്ഛാ. സോഫി പറഞ്ഞോളൂ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിലും പിന്നെ നമ്മൾ അതെല്ലാം നീക്കി വെച്ച് നമ്മളൊരു ആത്മാവിന് വേണ്ടിയിട്ട് ദാഹിക്കണം. നമ്മള് ഒരാത്മാവിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നല്ലതല്ല. അങ്ങനെ എല്ലാ ആത്മാക്കളെയും യേശുവിന്റെ തിരുരക്തം കൊണ്ട് വിലക്ക് വാങ്ങിയതാണ്. അപ്പൊ ഒരാത്മാവ് നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല.
ഒരാളുടെ പാപികളുടെ മാനസാന്തരമാണ് യേശു എത്രയധികം ആഗ്രഹിക്കുന്നു. യേശു വന്നതിന് വേണ്ടിയിട്ടാണ്, പാപികളെ രക്ഷിക്കാനാണ്. അതെ, അപ്പൊ പിന്നെ നമ്മള് ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതാണ് കൂട്ടിച്ചേർത്ത് കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇതിൽ വെച്ച് ആത്മാക്കളെ രക്ഷിക്കാനുള്ള ദാഹത്തിന് വേണ്ടി നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടി രക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഈശോയുടെ കരുണയ്ക്ക് വേണ്ടിയിട്ട് ദാഹിക്കണം. അപ്പൊ നമുക്ക് ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അത് ഒരു വഴിക്ക് കിടക്കും. എങ്കിലും അതൊക്കെ നടന്ന് ഇതൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോ നമ്മുടെ കാര്യം അതിവിടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മേഴ്സി പറയാൻ പറ്റുമോ? ജോലിയിലാണോ? ഹല്ലേലൂയ, പറഞ്ഞു. അതന്നെ നല്ലൊരു ടോക്കായിരുന്നു സിസ്റ്ററിന്റെ. നല്ലൊരു പരിശുദ്ധമായിട്ട് വിഷയം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ. പിന്നെ സിസ്റ്റർ പറഞ്ഞോണ്ട് നമ്മള് ദൈവത്തിന് നമ്മളെ സൃഷ്ടിച്ചാണെങ്കിൽ പിന്നെ ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാവില്ല. പിന്നെ നമ്മളെ കൂടുതൽ ചോദിക്കേണ്ട കാര്യമില്ല. അതിനെക്കാളും ഉപരി ദൈവം നമുക്ക് വേണ്ടി ദൈവത്തിന്റെ യേശുവിന്റെ രക്തം തന്നെ നമുക്ക് തന്ന് വീണ്ടെടുത്തല്ലേ. അപ്പം യേശുവിന് വേണ്ടി യേശുവിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണല്ലോ. നമുക്ക് ആത്മാക്കളെ നേടുക, അതൊക്കെയാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ പരിമിതിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. സിസ്റ്റർ പോയി നമുക്ക് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ പരിധിയിൽ ഇരുന്നോണ്ട് ഇങ്ങനെ കൂട്ടായ്മയിലൊക്കെ ഇരുന്നിങ്ങനെ നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ആത്മാക്കളെ നേടാൻ പരിശ്രമിക്കാം. അങ്ങനെയൊക്കെ മനസ്സിലാക്കാം. പ്രൈസ് ദി ലോർഡ്. മേഴ്സി രണാലെ പറഞ്ഞു. സിസ്റ്റർ, ഞാനിന്റെ ടോക്ക് കൂടുതലും അങ്ങനെ കേട്ടില്ല. ഞാൻ അന്നത്തെ സിസ്റ്റർ പറഞ്ഞ ടോക്ക് അത് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിശാചിന്റെ ഇതുകൊണ്ട് തന്നെ അത് കാണിക്കാതിരിക്കുന്നുണ്ട്. കുറെ തപ്പി നോക്കി അവസാനം. പക്ഷെ ഓഗസ്റ്റില് ഒരു 11-ാം തീയതിത്തെ ഒരു ദർശനത്തിൽ അന്ന് ഒരു സ്റ്റേജിൽ കുറെ ആൾക്കാർ നിൽക്കുന്നു. ആ കൂടെ ഒരു അച്ഛനുണ്ട്. ജോസഫിന് സിസ്റ്ററിന് എന്തോ കൊടുക്കുന്നതായിട്ട് കണ്ടു എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ദർശനം ഉണ്ടായിരുന്നു. അത് വായിച്ചപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സിസ്റ്റർ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പുരോഹിതന്റെ സാന്നിധ്യം കാണുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞ അതാ കറക്റ്റ്. അപ്പൊ അതുണ്ടല്ലോ, റെഫറൻസ് ഉണ്ടല്ലോ. അതുണ്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ തപ്പുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ടോക്ക് കൂടുതൽ കേട്ടില്ല. പക്ഷെ നല്ലൊരു പരിശുദ്ധാത്മാവിന്റെ ശക്തമായ വിഷയമുള്ള ഒരു ടോക്കായിരുന്നു. പിന്നെ ആത്മാക്കളുടെ നേടാൻ വേണ്ടി നമ്മുടെ സ്ഥാനങ്ങൾ കാഴ്ചവെക്കുന്ന അങ്ങനെ അന്ന് കുറച്ചിടയ്ക്ക് ഞാൻ കേട്ടതേ ഉള്ളൂ. ഇതിങ്ങനെ ഞാൻ നോക്കുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്നെ കാണിക്കാതിരിക്കുന്ന കണ്ടു. അപ്പം കുഴപ്പമില്ല. ഓക്കെ. ആമേൻ, ആമേൻ, ആമേൻ. സുജ പറഞ്ഞോളൂ. ശരി. നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈശോയെ സ്വന്തം ബലിയായി രക്തം ചിന്തിയത്. അപ്പം നമ്മൾ കൂടുതൽ ആത്മാക്കളെ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ നമ്മുടെ മരിച്ചുപോയിട്ടുള്ളവർക്ക് വേണ്ടി, പൂർവ്വർക്ക് വേണ്ടിയിട്ട് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്തവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ സഹനങ്ങളോ ബന്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പറയുന്നത് നിങ്ങളാക്കി എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാനല്ലേ പറയുന്നത്. അപ്പം നമുക്ക് വേണ്ടതെല്ലാം കൂടിച്ചേർക്കും. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം അറിയുന്നതാണ്. അപ്പം നമ്മള് ദൈവം എല്ലാ വാഗ്ദാനങ്ങളും വിശ്വസ്തനുമാണ്. അപ്പൊ നമുക്ക് തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടത് തരും. ആ ഒരു ബോധ്യമാണോ കിട്ടിയത്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളും നിയമങ്ങളും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥന ആത്മാവിനെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് അങ്ങനെ തന്നെയാണ്. ഞാൻ അതാണ് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിലെ ഒരു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, ഒരു അവയവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എല്ലാ അവയവങ്ങളെയും ആ മനുഷ്യനെ തന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളിൽ ഒരാളായിട്ടുള്ള വിഷമിക്കുന്ന ആത്മാവുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യം ഏറ്റെടുത്ത് നടത്തും, അവരുടെ കാര്യം ഏറ്റെടുക്കുന്നത്. നല്ലൊരു പോയിന്റാണ്. ഇന്നത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്ന രാജ്യം ബെലീസാണ്. ബെലീസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അവിടെ പോകാൻ ദൈവം എന്നെ കൊണ്ടുപോയി. ബെലീസിന്റെ അവിടുന്ന് ഞാനിരുന്ന സ്ഥലത്ത് നിന്ന് 6 മണിക്കൂർ പോയാൽ മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ പോയി ഒരു പള്ളിയിൽ, അവിടുത്തെ ക്യാപിറ്റൽ മറന്നുപോയി, ഏതായാലും ബെലീസിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ പോയി
മറന്നുപോയി, ക്യാപിറ്റൽ മറന്നുപോയി. അവിടെ ആ കരുണയുടെ പെരുന്നാളിൻ്റെ അന്ന് പോയി. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു, അന്ന് പ്രദക്ഷിണം നടത്തിയപ്പം കരുണയുടെ ഇമേജ് എൻ്റെ കയ്യിൽ അച്ഛൻ പറഞ്ഞു പിടിച്ചുകൊണ്ട് പൊക്കോളാവുന്നു. ഞാൻ പറഞ്ഞു സന്തോഷത്തോടെ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ക്ഷീണിക്കുകയാണെങ്കിൽ ഇതാ ഈ വ്യക്തിയുടെ കയ്യിലോട്ട് ആ ഇമേജ് കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കടൽ തീരമാണ് പള്ളി ഇരിക്കുന്ന അവിടെ. ബെലീസിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈക്ലോൺ ഉണ്ടായി, ടൈഫൂൺ ഉണ്ടായി, ധാരാളം അപകടങ്ങൾ വർഷാവർഷം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവർ ആൾക്കാരെ മാറ്റി പാർപ്പിക്കുക. ഇപ്പോൾ ഈ സോഷ്യൽ സാറ്റലൈറ്റ് ഇതെല്ലാം ഉള്ളത് കൊണ്ട് നേരത്തെ എവിടെയൊക്കെ പ്രശ്നം ഉണ്ടാകും, അങ്ങനെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കും ഇൻലാൻഡിലോട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം അവിടെ കൊണ്ടുവന്ന് എന്നെയും ആക്കി. ഞാൻ ആ പടവും പിടിച്ചുകൊണ്ട് പോയി. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പടം പിടിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്കൊരു ശിമയോനെ ആവശ്യമില്ല, ഞാനിത് തന്നെത്താരം വഹിച്ചോളാം എന്ന് പറഞ്ഞ് തിരിച്ച് കൊണ്ടുവന്ന് വലിയൊരു പ്രൊസഷനായിരുന്നു. പക്ഷേ അച്ഛൻ എൻ്റെ കയ്യിൽ അത് തന്നല്ലോ എന്ന് ഓർത്ത് ആ ദേശക്കാരിൽ അവരുടെ പാരിഷ് കമ്മിറ്റിയോ വലിയ വലിയ അതിൽ വലിയ പൈസ ആയിട്ടുള്ള റിച്ചുള്ള ആൾക്കാരും പറഞ്ഞല്ലോ, ഇന്ന് ആ ബെലീസ് ഇരിക്കുന്നത് ഒരു 35-40 വർഷം പിന്നിലോട്ടുള്ള കേരളം പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ആ സ്ഥലത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും ധാരാളം അപകട മരണങ്ങൾ ഉണ്ടാകും, നാച്ചുറൽ കലാമിറ്റീസ്, വെള്ളം അതായത് കരയിലോട്ട് അടിച്ചു കയറി അങ്ങനെ ഉണ്ടാകാറുണ്ട്. ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബെലീസ് എന്ന രാജ്യത്തെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ചെറിയൊരു സ്ഥലമാണ് കർത്താവേ. അവിടെ എയർപോർട്ട് പോലും ഒരു വീടിൻ്റെ മുറ്റത്തിൻ്റെ അത്രയും നമ്മുടെ നാട്ടിലെ വീടിൻ്റെ മുറ്റത്തിൻ്റെ വലുപ്പമേ ഉള്ളൂ കർത്താവേ. ആ സ്ഥലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം, വരുന്ന വർഷം 2026 കർത്താവേ, അതൊരു വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട നഗരമായിട്ട് മാറണമേ. ബെലീസിൻ്റെ പ്രധാന ദൂതനായ അങ്ങ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്ന ആ മുഖ്യ ദൂതനെ, ബെലീസിൻ്റെ ദൂതനെ വിളിച്ചപേക്ഷിച്ച് ആ ബെലീസിൻ്റെ ഓരോ സ്ഥലങ്ങളിലും കർത്താവേ ഉള്ള ചെറിയ ചെറിയ പ്രോവിൻസസ്, ചെറിയൊരു സ്ഥലമാണത്. അപ്പോൾ അവിടെയുള്ള എല്ലാ പഞ്ചായത്തുകളിലെ വരെയും ആ ചാർജ് വഹിക്കുന്ന മാലാഖമാരെ വിളിച്ചപേക്ഷിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തിൽ ഒരു ഫിനാൻഷ്യൽ ഡെലിവറൻസ് കൊടുക്കണമേ. വളരെ ഒരു 2-3 കപ്പ പറിച്ചുകൊണ്ട് വന്ന് റോഡ് സൈഡിൽ ഇരുന്ന് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ്. തേങ്ങ എന്തിനു ഉപയോഗിക്കുന്ന എങ്ങനെ പോലും വീടുകളിൽ എണ്ണ ഉണ്ടാക്കി കൊണ്ടുവന്ന് കുപ്പിക്കകത്ത് കൊണ്ടുവന്ന് വിൽക്കുന്ന ആൾക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു കാർഷിക വിളയായിട്ട് ഇതിനെ ഉപയോഗിക്കാമെന്നാണ്. പക്ഷേ അതിനുള്ള പരിജ്ഞാനങ്ങളൊന്നും അവിടെ ഇല്ല. കർത്താവെ, ആ ദേശത്തെ സമർപ്പിക്കുന്നു. അവിടുത്തെ ദൂതൻ നാളെ അങ്ങയുടെ സന്നിധിയിൽ രാവിലെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച കാര്യവും ആ ദൂതൻ അങ്ങയോട് അറിയിക്കുമല്ലോ. ഹല്ലേലൂയ. ആ ദൂതനോട് ഞങ്ങൾ ആ ദേശത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ദൈവം തന്നിരിക്കുന്നതനുസരിച്ചിട്ട് ആ യൂത്തിനെ എല്ലാം സമർപ്പിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയെ സമർപ്പിക്കുന്നു. ജോലി സാധ്യത ഒട്ടുമില്ലാത്തൊരു കർഷകരാണ്, ഇല്ലാത്തൊരു സ്ഥലമാണ്. ജോലികൾ മറ്റു രാജ്യങ്ങളിൽ, അമേരിക്കയിലോട്ടാണ് അവർ വരുന്നത്. കൊടുക്കാനായിട്ട് തീരുമാനിച്ചാകണമേ. അവിടുത്തെ പള്ളികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുരോഹിത വർഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലെ സന്യസ്തരായിട്ടുള്ള സിസ്റ്റേഴ്സ് ആൾക്കാരെല്ലാവരും മിഷണറിമാരായിട്ടുള്ള ആൾക്കാരെല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമം അവിടെ ഇറങ്ങിച്ചെന്ന് അവരുടെ ഹൃദയത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകാനായിട്ട്, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു റിവൈവൽ ഈ കാലഘട്ടത്തിൽ അവരുടെ എല്ലാം ബെലീസ് എന്ന നഗരത്തിലെ, ബെലീസ് എന്ന രാജ്യത്തിലെ ആൾക്കാരുടെ എല്ലാം ഹൃദയത്തിൽ ഈ രാത്രിയിൽ അവരങ്ങേ ദർശിക്കാനിടയാകട്ടെ. കർത്താവെ, ഒരു സ്പർശനം മാത്രം മതി. വചനത്തെ അയക്കണമേ, മാനസാന്തരത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വളരെ പാവപ്പെട്ട ജനങ്ങൾ അവർ എൻ്റെ കയ്യിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പോകുന്നത് ഞാൻ അറിയുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടോയെന്നറിയില്ല. ആ ബെലീസ് എന്ന രാജ്യത്തിലേക്ക് പോകുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. ഹല്യ ഹല്യ ഹല്യ. കർത്താവെ, ബെലീസിന് വേണ്ടി ഞങ്ങളിതാ 7 സ്വർഗസ്നായ ചൊല്ലുന്നു. അതങ്ങ് സ്വീകരിക്കുകയും അവിടെയുള്ള ആത്മാക്കളുടെ മാനസാന്തരത്തിനായിട്ട് അങ്ങ് അത് എടുക്കുകയും ചെയ്യണമെന്ന് യാചിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം. ജീസസ് 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 ജീസസ്. സുജ പറഞ്ഞോളൂ. ആമേൻ. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കാവൽമാലാഖയുടെ നല്ല സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ പൂർണ്ണ ഗർഭിണിയായ പരിശുദ്ധ മറിയത്തെയാണ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. താങ്ക് യു മദർ മേരി. താങ്ക് യു. അതായത് നമ്മളും പരിശുദ്ധ അമ്മയോട് കൂടെ ഉണ്ണിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മളും ഹൃദയത്തിൽ ഈശോയെ പൂർണ്ണ ഗർഭിണിമാരായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസേൺമെന്റ് എനിക്ക് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞു.
പിന്നെ അങ്ങനെയല്ലേ നിങ്ങള് എല്ലാവർക്കും ഒരു സംശയം പോലെ എല്ലാരും മൂടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണോ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? അതോ നിങ്ങൾ ഈശോയ്ക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ ജന്മം കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നാണോ ഇപ്രാവശ്യം? ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. പറഞ്ഞോ, ബാക്കി പറഞ്ഞോ. പിന്നെ ഈശോയുടെ ചങ്കയിൽ നിന്ന് രക്തം ഒഴുകുന്നത് കണ്ട് പിന്നെ നമ്മള് കരുണക്കൊന്ത ചെല്ലുന്ന സമയത്ത് ഈശോയിന് ഇങ്ങനെ കയ്യിൽ രണ്ടാളെയും കൈകൾ കളിച്ചിട്ട് ഈശോ ഇങ്ങനെ താഴേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, താഴേക്ക് മുകളിലേക്ക് നോക്കിക്കുന്ന കഴിഞ്ഞോ? പിന്നെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സിനിമനെ കണ്ടോ? നല്ല കാര്യം. അപ്പം നമുക്ക് നന്ദി പറയാൻ ആരൊക്കെയാണ്? മാതാവ് പൂർണ്ണ ഗർഭിണിയായ മാതാവിനെ നമുക്ക് നന്ദി പറയാം. കാവൽമാലായ നന്ദി പറയാം. പിന്നെ ഈശോയ്ക്ക് നന്ദി, അൽഫോൻസമ്മയ്ക്ക് നന്ദി, സ്റ്റെഫൗസ്ത്യനയ്ക്ക് നന്ദി. അപ്പൊ നിങ്ങളും അതുപോലെ ഈശോയെ ഹൃദയത്തിൽ പ്രഗ്നന്റ് ആകണം. അല്ലാണ്ട് ഉദരത്തിൽ പ്രഗ്നന്റ് ആയത് അമ്മയാണ്, പരിശുദ്ധ മറിയമാണ്. പക്ഷെ നിങ്ങൾ ഹൃദയത്തിൽ, അതായത് ആകാംക്ഷയോടെ നമ്മളും സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഒരുങ്ങണം ഈശോ നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ രാജ്യത്തൊക്കെ വന്ന് ജനിക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം. ഞങ്ങളെല്ലാവരും സുഹൃദേവൻ ചൊല്ലി ഇടുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. എല്ലാത്തിലുപരിയായിട്ട് ദൈവം കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഈ ഗ്രൂപ്പിൽ കയറിയ പിന്നെ സുഹൃദേവൻ തന്നെത്താനെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ ഇടുന്നത്. വളരെ മനോഹരമായിട്ടുള്ളതും ചിലതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ചിലത് കാണാൻ പറ്റുന്നില്ല. സമയം കിട്ടാത്തതുകൊണ്ട് ഞാനത് നോക്കിക്കോളാം. അതിലേറ്റവും ഉപരി ദൈവം നോക്കുക എന്നുള്ളത് നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സുഹൃദേവം കിട്ടുന്നതും. അത് നല്ല കാര്യം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇത്രയും ദർശനം സുജയ്ക്ക് കൊടുത്തുകൊണ്ട് നന്ദി പറയുന്നു. ആമേൻ ആമേൻ. അല്ലേ പറഞ്ഞോളൂ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകമുള്ള ഒരു ടോക്കായിരുന്നു സിസ്റ്ററിൻ്റെത്. വെല്ലീസിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ആ രാജ്യത്തെ രണ്ട് കൈ നീട്ടി അനുഗ്രഹിക്കുന്ന ഈശോയെ കണ്ടു. ആത്മീയമായും സാമ്പത്തികമായും. 2026 നമുക്ക് പ്രതീക്ഷിക്കാം ആ നാടിന് വേണ്ടി, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി. ആമേൻ ആമേൻ ആമേൻ. പിന്നെ വിശുദ്ധ പത്രോലോങ്കയോട് പ്രാർത്ഥിച്ച സമയത്ത് കുറെ ശുദ്ധീകരാത്മാക്കൾ സ്വർഗത്തിലേക്ക് കയറി പോകുന്നത് കണ്ട്. ആരാധനയുടെ സമയത്ത് ഈശോയുടെ തിരുമുഖമാണ് കണ്ടത്. മുഴുവൻ രക്തം പൊതിഞ്ഞിരിക്കുന്ന ഒരു മുഖം. ഞാൻ കണ്ട ഈ അരളിക്കയിലും അത് തന്നെയല്ലേ കണ്ടിരിക്കുന്നത്. രക്തം മുഴുവനും, കണ്ണുനീർ ഒഴുക്കുന്നത് പല സ്ഥലത്തും ഇങ്ങനെ വെട്ടിത്തിറങ്ങുന്നത് പോലെ വെള്ള കളറിൽ. അത് ബ്ലാക്ക് ആണെങ്കിലും അങ്ങനെയും കാണുന്നുണ്ടായല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതെ. പിന്നെ കരുണകൊന്തയുടെ സമയത്ത് സിസ്റ്ററിന്റെ റൂമില് മാതാവും മാലാഖ വൃന്ദങ്ങളും ഉണ്ട്. ഇത് അങ്ങനെ മുട്ടുകുത്തി വയ്ക്കുന്നതാണ് ഇന്ന് കണ്ടത്. അതുപോലെ അച്ഛൻ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഒരു കറുത്ത ഒരു രൂപം അങ്ങനെ നീങ്ങി പോകുന്നതായിട്ട് കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ. അച്ഛനൂടെ വന്ന് ഇവിടെ ഇരുന്ന് തീറ്റയും കൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയായത്. പ്രാർത്ഥന ഒന്നും നടന്നിട്ടില്ല. ആള് വന്ന് കേറിയല്ലോ, അത് മതി. നാളെയാണ് ദിവസം. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചോണം. അപ്പം കറുത്ത ഏതാണ്ട് ഓടിപ്പോകുന്ന കണ്ടോ? എന്താ പറഞ്ഞ? കറുത്തത് ഏതാണ്ട് ഓടിപ്പോകുന്നോ? എന്റെ റൂമിലേക്കല്ലേ? പ്രൈസ്തലോ. പക്ഷെ ചീവീട് സഹിക്കാൻ വയ്യാത്ത അലർച്ചയായി. ഇപ്പം ഞങ്ങളിന്ന് കിച്ചണിലാണ് ഇരിക്കുന്നത്. ആള് ടി വി കണ്ടു അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ മുറിയിലാകുമ്പോൾ പിന്നെ അച്ഛന് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ലല്ലോ. പിന്നെ അച്ഛൻ്റെ മുറിയിലിരിക്കാൻ എനിക്കും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കിച്ചണാണ്. ഞാൻ എപ്പോഴും ആരച്ഛന്മാർ, ഇതിപ്പോൾ 6ാമത്തെ അച്ഛനാണ് ഇവിടെ വരുന്നത്. ഒരു ബിഷപ്പ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതൊരു അനുഗ്രഹത്തിൻ്റെ വഴി തന്നെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ജിത്സിയുടെ പ്രാർത്ഥനയായിരുന്നു ഈ വർഷം അവസാനം തന്നെ വല്ലതുമൊക്കെ നടക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും തന്നെ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ പറയുകയല്ലേ, ബാക്കി എന്താണ്? അത് സുജയം കണ്ടിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മലാഖമാരും ഉണ്ട് റൂമില്. യുദ്ധം ചെയ്യുന്ന മിഖായേലാണ്. അന്നത്തെ പോലെ തന്നെ ഇന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഇത്രയേ ഉള്ളൂ. അപ്പൊ വിശുദ്ധ മികാലിന് നന്ദി പറയാം. പിന്നെ വിശുദ്ധ ഫൗസ്റ്റീന ഓർക്ക് വല്ലതും ഒന്ന് പറ നിങ്ങള്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശുദ്ധ വർത്തല്ല ലോങ്കോയോട് പ്രാർത്ഥിച്ചപ്പോ സുധീന സ്ഥലത്തിലെ ആത്മാക്കള് അവരെ ഓർത്ത് നന്ദി പറയാം. ആമേൻ ആമേൻ ആമേൻ. ഓക്കെ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം നമുക്ക് ഇന്ന് എൻ്റെ പിന്നെ അനുഗ്രഹം ഇല്ല, അച്ഛൻ അനുഗ്രഹിച്ചോളൂ. അത് ഒരു പൗരോഹിത്യ അപ്പോസ്തോലിക് അനുഗ്രഹമാണ്. അച്ഛൻ സ്റ്റോളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം അച്ഛൻ അൺമ്യൂട്ട് ചെയ്തിട്ട് അതിൽ പ്രാർത്ഥിച്ചോളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതെല്ലാവരും അഭിഷേകത്താൽ നിറയുക. അച്ഛന് കിട്ടിയത് ഞാൻ ഇത് നിങ്ങൾ വെക്കുന്നതിന് മുന്നേ ഒരു വാക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ അച്ഛൻ വരുന്നെന്നുള്ളത് നമുക്ക് മാസങ്ങൾക്ക് മുൻപ് ദൈവം തന്നതാണ്. അല അവിടെ എഴുതി വെച്ചിരുന്നത് എന്ന് വായിക്കാനിടയായി. പ്രോപ്പറായിട്ടുള്ളത് അല എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരച്ഛൻ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരുന്നത് കാണുന്നു എന്ന് മാസങ്ങൾക്ക് മുൻപ് കർത്താവ് തീരുമാനിച്ച കാര്യമാണ്. ടിവിയുടെ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പ്രശ്നമില്ല. ഹല്ലേലൂയ. അച്ഛൻ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ അച്ഛൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങളോട്. അച്ഛൻ തുടങ്ങിയതാണ് കരുണയുടെ ഈ പെരുന്നാള് പിന്നെ അനുഗ്രഹം എന്ന് പറയുന്ന ധ്യാനകേന്ദ്രവുമായിട്ട് അനുബന്ധിച്ച്. അത് പൂങ്കുടിയിലുള്ള ധ്യാനകേന്ദ്രമാണോ അച്ഛൻ? അല്ല, ഇതെവിടെയുള്ള? കഴക്കൂട്ടത്തുള്ളത്. കഴക്കൂട്ടം. അതിപ്പോ ഇങ്ങ് കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറി അല്ലേ. പൂങ്കുടിയിലുള്ള ബെർണാഡിൻ അച്ഛൻ്റെ ധ്യാനകേന്ദ്രത്തില് അത് നമ്മൾ വന്നിട്ടുള്ളതാണ് അവിടെ. ഹല്യ 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 ഹല്യ. അപ്പം പിന്നെ അനുഗ്രഹം എന്നുള്ള ധ്യാനകേന്ദ്രമാണ്. നമുക്ക് പറ്റുകയാണെങ്കിൽ അടുത്ത നമ്മുടെ ഇന്ത്യയിലെ ട്രിപ്പിന് ഞാൻ അവിടെ ഉണ്ടാകും അല്ലേ അച്ഛൻ? അതാ തീർച്ചയായിട്ടും അച്ഛൻ വാക്കും പറഞ്ഞു. ഓക്കെ. അപ്പൊ അച്ഛന് ഇന്ന് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞത് എൻ്റെ മുറിയിലോട്ട് ഇതുവരെ കൊണ്ടുപോയില്ല, അത് നാളെ കാണിച്ചാൽ മതിയല്ലോ ആൾക്കാരെ. ഞാൻ അച്ഛൻ പറഞ്ഞു ഞാനിങ്ങനെ കരുണയുടെ ആളാണെന്ന്, കരുണ പ്രചരിപ്പിച്ച് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു കോവിഡിന്റെ സമയത്ത് വേറൊന്നും ചെയ്യാനില്ലാഞ്ഞപ്പോൾ കുറച്ച് പേര് ചേർന്ന് ഇങ്ങനെ ഓൺലൈനിൽ കൂടെ കരുണയുടെ അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞ വാക്ക് ഇതാണ്, നേരത്തെ പറഞ്ഞിരുന്നു. അച്ഛൻ കരുണയുടെ ആളല്ലായിരുന്നെങ്കിൽ ഈ വീട്ടിനകത്ത് കാല് കുത്തുകയില്ലായിരുന്നു. കരുണയുടെ ആളായത് കൊണ്ടാണ് അച്ഛൻ ദൈവം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പം ഞാൻ പറയാനല്ലേ ആന്റിന അതെ അതെ മേഴ്സി എന്തായിരുന്നു പറഞ്ഞത്? ആന്റിന കണക്ട് ചെയ്യുന്നത് നമ്മളിപ്പോ ഈ റേഡിയോ പണ്ട് കാലത്ത് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സിഗ്നൽസ് കിട്ടും ഓരോ സ്റ്റേഷനും. ആ സിഗ്നലിലോട്ട് വെച്ചാൽ ഇപ്പം കേരളയിലെ മലയാളം വാർത്ത കിട്ടണമെങ്കിൽ മലയാളം അതിന് കിലോ ഹേർട്സ് എന്നോ പിന്നെ ഹേർട്സ് എന്നൊക്കെ ആണല്ലോ പറയുന്നത്, അതിൽ വെച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇംഗ്ലീഷ് ന്യൂസ് കാണണമെങ്കിൽ ഞാൻ കേരളത്തിലെ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഈ കരുണയുടെ ആള്, ഞാൻ ഇവിടുത്തെ കരുണയുടെ ആളായത് കൊണ്ടാണ് ഇങ്ങനെ ദൈവം ആ ഹേർട്സിൽ കൊണ്ടുവന്ന് അവിടെ കുത്തി. അവിടെ നീഡിൽ ഇങ്ങനെ ഞങ്ങൾ പണ്ട് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ റേഡിയോ ആണ്, ടെലിവിഷനൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പോയി നിന്നിട്ട് ഇച്ചിരി അങ്ങോട്ട് പോയി പിന്നെ കാറ്റ് വരുമ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നിന്നിട്ടാണ് വല്ല ന്യൂസും കിട്ടിക്കൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പോയിന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ നീഡിൽ ആ പോയിന്റിൽ ലൈൻ ഉണ്ട്, അതിൽ ശരിക്കും അതിന്റെ നേരെ വെച്ചാലാണ് എന്ന് പറയുന്നത് നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ അച്ഛനെ ഇവിടെ ഇന്ന് കൊണ്ടുവന്നെങ്കിൽ അത് ഈ കരുണയുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന രണ്ടാൾക്കാരെ ദൈവം അതേ ആ പോയിന്റിൽ കിലോ ഹെർട്സ് ഏതെങ്കിലും ഹെർട്സ് എങ്കിലും ആയിക്കോട്ടെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു ആന്റിന കണക്റ്റഡ് ആയിരുന്നു ഞങ്ങളുടേത്. അത് ഇന്ന് വിചാരിച്ചോ നിങ്ങൾ ഇപ്പൊ ലാലി മാത്തച്ചൻ ന്യൂസിലാൻഡിലാണ്, നമ്മുടെ ജിസി ദുബായിലാണ്, നമ്മുടെ മേഴ്സി അമേരിക്കയിലാണ് ഉള്ളത്, സൂജ ഇറ്റലിയിലാണ്, സെസീലിയയിലാണ് ഉള്ളത്. ഹല്ലേലൂയ. അപ്പൊ ദൈവം കണക്ട് ചെയ്യുന്നെങ്കിൽ പ്രിയ മക്കളെ, നീ ഞാനുമായിട്ടുള്ള ബന്ധം ജോസ്പിനെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല, കാണാനുള്ള ചാൻസ് ജീവിതത്തിൽ കുറവാണ്. ഏതായാലും തൽക്കാലം ലാലി മാത്തച്ഛൻ്റെ അവിടോട്ട് ഞാൻ വരുന്നില്ല. പേഴ്സണൽ ആയിട്ട് ഒന്നും ചിന്തിക്കരുത്, കാരണം അത് ഓണങ്ങറാന്നല്ല പറഞ്ഞു വന്നെന്താണ്, അത്രയ്ക്ക് ലോങ് ഡിസ്റ്റൻസ് അതർ പോളാണ്, സൗത്ത് പോളല്ലാണല്ലോ നിങ്ങളിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ ഒരാളിപ്പം ദുബായിൽ ഏതായാലും വരുമെന്ന് എനിക്ക് തോന്നില്ല. എന്തോ പറ. അന്നാ അച്ഛൻ കൈയോടെ അങ്ങ് ബ്ലസ്സിങ് കൊടുത്തോ. അതാ കിട്ടും, അച്ഛൻ തന്നോളതാ. കൊടുത്തോ. ഹല്ലേലൂയ ഹല്ലേലൂയ.
നല്ല കാര്യം. അത് ചോദിച്ച് നമ്മുടെ അവകാശപ്പെട്ടത് ചോദിച്ച് തന്നെ വാങ്ങണം. മേടിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. നിങ്ങളോടൊപ്പം വീണ്ടും ശക്തമായിട്ട് ഞാൻ നാട്ടിലുള്ളപ്പോൾ എക്സോസിസം ചെയ്തുകൊണ്ടിരുന്ന ഒരു അച്ഛനാണ്. അധികാരത്തോടുകൂടെ തന്നെ ഒത്തിരി കേസുകൾ, ഒരുപാട് ശുശ്രൂഷകൾ വരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ നാട്ടിൽ അവധിക്ക് പോയാലും ശരി തന്നെ ആൾക്കാർ ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെനിക്ക് ന്യൂസാണ്. വലിയൊരു അത്ഭുതമാണ്. അത് നിങ്ങളെല്ലാവരും, ഞാൻ എവിടെയെല്ലാം പ്രാർത്ഥിക്കാൻ പോകും അതെല്ലാം പ്രത്യേകിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ എല്ലാവരും എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കുക. അപ്പോ ഒത്തിരി ആൾക്കാർ നിങ്ങൾക്ക് ഒരുപാട് പരിശുദ്ധാത്മാവിന്റെ വരദാനം ഒരുപാട് കിട്ടുന്നുണ്ട്. ഒത്തിരി അടയാളങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റ് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവിന് ശക്തമായിട്ട് എഴുതുന്നുണ്ട്. ശക്തമായിട്ട് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഞാൻ ജോസഫിനെ ഈ ഒരു ഉപകരണമാക്കുന്നതിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മാരകമായ രോഗങ്ങളിലും രീതികളിലും കുടുംബത്തിന്റെ അസ്വസ്ഥതകളും രോഗങ്ങളും എല്ലാ സകല മലാഖമാരുടെയും ഓരോരുത്തരുടെയും നാമത്തിലുള്ള വിശുദ്ധരുടെയും സകല വിശുദ്ധരോട് ചേർന്നുകൊണ്ട് അപ്പോസ്തലിക അധികാരത്തോടുകൂടി ഈ മക്കളുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ഈ ആരാധനയോട് ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഫാദർ നിഷൻ. ഹല്ലേലൂയ, താങ്ക് യു. അല്ല, ലാലി ചോദിച്ചു മേടിച്ചല്ലോ, അല്ലോ കിട്ടിയതൊക്കെ മേടിച്ചോളൂ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകാൻ ലാലിക്ക് വേണ്ടി പ്രത്യേക അച്ഛൻ പ്രാർത്ഥിച്ചപ്പം ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷം അവസാനത്തിന് മുന്നേ തന്നെ ലഭിക്കും. അങ്ങനെ ഒരു വാക്കച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ഏറ്റെടുക്കുക. എല്ലാവർക്കും ഗുഡ് നൈറ്റും ഗുഡ് ഡേയും. മേഴ്സി ഗുഡ് ഡേ. ആരാണ്? ലാലി ഗുഡ് മോർണിംഗ്. ജോലിയിലാണല്ലേ, പോയിക്കോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുജ വെച്ചോളൂ. ആരാണ് പിന്നെ ഉള്ളത്? ഞാൻ മ്യൂട്ടാണോ? നല്ല കാര്യം. അപ്പൊ അപ്പൊ ജിപ്സി നല്ലൊരു അനുഗ്രഹം പ്രാർത്ഥിച്ചതിനൊക്കെ ഒത്തിരി നന്ദി. എല്ലാവർക്കും നന്ദി. സുഹൃത്തുക്കളിടുക. വീണ്ടും നമുക്ക് നാളെ കാണാം. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പുതിയൊരു പ്രഭാതം സന്തോഷിക്കാനും സമാധാനത്തിൽ ജീവിക്കാനും ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. മേഴ്സി ഗുഡ് ഡേ. ഗുഡ് നൈറ്റ്. ബൈ. സുജ. ഓക്കെ, വെരി ഗുഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാളെ കാണാം. നാളെ ഉണ്ടാവും അച്ഛൻ. നാളെ ഉണ്ടാവും ഇവിടെ. മറ്റന്നാളാണല്ലോ പോകുന്നുണ്ട്. നാളെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അനുഗ്രഹം മേടിക്കാം. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുജ എന്തോ പറ. അച്ഛൻ വരുമെന്ന് അറിഞ്ഞില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച സ്വപ്നം കണ്ടു കേട്ടോ, അച്ഛൻ ഇങ്ങനെ വീട്ടിൽ വരുന്നതായിട്ട്. എന്നിട്ട് വിചാരിക്കാം എന്റെ വീട്ടിലാണ്, എന്റെ ഇവിടെ പോലും അച്ഛൻ. ഞാൻ കാണുന്ന അച്ഛനെന്നറിയാമോ, നമ്മുടെ ഈ അണക്കരയിലുള്ള അച്ഛനെ കാണുന്നത്. എന്നിട്ട് ഞാൻ റൂമിലുള്ള എല്ലാ ഇങ്ങനെ ഞാൻ കാണുന്നത്. ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എവിടെയാണെന്ന് അറിയത്തില്ല, അച്ഛൻ വരുന്നുണ്ട്. അപ്പൊ ആത്മാവിൽ അച്ഛൻ നിങ്ങളുടെ അടുത്ത് വന്നു. കൂട്ടിക്ക് ആത്മാവിൽ അച്ഛൻ നിങ്ങളുടെ അടുത്ത് വന്നില്ലേ? ഇവിടെ വന്നാ സുജയുടെ വീട്ടിലെത്തിയില്ലേ? എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും കാണുന്ന പോലെ ഞാൻ ഓർത്ത് അച്ഛൻ എവിടെയും വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പൊ